കാൺപൂർ ലംബോർഗിനി കാർ അപകട കേസിൽ വിചിത്രവാദവുമായി ആരോപണ വിധേയനായ ശിവമിശ്രയുടെ പിതാവ് കെ മിശ്ര. കാറിൽ സാങ്കേതിക തകരാറുണ്ടായത് അപകടത്തിന് കാരണമായെന്നാണ് വ്യവസായ പ്രമുഖൻ കെ മിശ്ര പറയുന്നത്. സംഭവം നടന്ന് 2 ദിവസം പിന്നിട്ടിട്ടും സമ്പന്നരായ പ്രതികളൊക്കെ ഇപ്പോഴും സേഫാണ്. ആരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഇതുവരെ തയ്യാറായി. ഡൽഹി UP ആസ്ഥാനമായുള്ള പ്രമുഖ പുകയില വ്യവസായിയുടെ മകനാണ് കെ മിശ്ര. മകന്റെ ലംബോർഗിനി ഇടിച്ച് വയോധികൻ മരിച്ചിരുന്നു. പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് പോലീസ് FIR ഇട്ടത്. പക്ഷേ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിനിടയിലാണ് ശിവമിശ്രയുടെ പിതാവ് കെ മിശ്രയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. കെ മിശ്ര പോലീസിൽ നൽകിയ മൊഴിയിലാണ് തന്റെ മകന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതേ കാര്യം മിശ്ര മാധ്യമങ്ങളോടും ആവർത്തിച്ചു. അപകട സമയത്ത് കാർ ഓടിച്ചിരുന്നത് ഡ്രൈവർ മോഹനായിരുന്നുവെന്നും കാറിന് സാങ്കേതിക തകരാറ് സംഭവിച്ച് നിയന്ത്രണം വിട്ടതാണ് എന്നുമാണ് വാദം. എന്നാൽ പുറത്തുവന്ന CCTV മൊബൈൽ ദൃശ്യങ്ങൾ പ്രതിഭാഗത്തിന്റെ വാദങ്ങളെ തള്ളുന്നതാണ്. പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്താത്തതും പോലീസിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. അതിസമ്പന്നരും സ്വാധീനവുമുള്ള പ്രതികളെ രക്ഷപ്പെടാൻ പോലീസ് സഹായിക്കുന്നുവെന്നാണ് അപകടത്തിൽ പരിക്കേറ്റവരുടെ ആരോപണം. ശിവമിശ്രയെ ചികിത്സയ്ക്കായി ഡൽഹിയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പൂണെയിൽ ആഡംബര കാറിടിച്ച് സമാനമായ ഒരു അപകടം നടന്നിരുന്നു. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തടയാനുള്ള ശക്തമായ നിയമം കൊണ്ടുവരാൻ ശ്രമിക്കണമെന്നാണ് പൂണെയിൽ പോർഷെ കാറിടിച്ച് കൊല്ലപ്പെട്ട അശ്വിനി കോഷ്ടയുടെ പിതാവ് സുരേഷ് കോഷ്ട 24നോട് പറഞ്ഞത്. तो माननीय गडकरी जी से मेरा निवेदन है कि शर्मिंदा होने की बजाय ये ज्यादा उचित होगा कि भारत में ऐसा कुछ कानून बनाया जाए जिसमें लोग शराब पीकर गाड़ी न चलाएं. കാൺപൂർ കേസിൽ കോടതിയിൽ ഇന്ന് വാദം ആരംഭിച്ചിട്ടുണ്ട്. കാർ ഓടിച്ചത് ശിവമിശ്രയല്ല എന്ന് തന്നെയാണ് അഭിഭാഷകനും കോടതിയിൽ വാദിക്കുന്നത്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.